ഹലോ എവ്രി വൺ. അപ്പോൾ ജ്ഞാൻദീപത്തിൻ്റെ ഒരു പുതിയ സെഷനിലേക്ക് എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക്ക് പൈത്തണാണ്. അപ്പോൾ പൈത്തണിൽ നമ്മളറിയാം പ്രോഗ്രാമിങ്ങിൽ എപ്പോഴും നമ്മളെ സ്മാർട്ടാക്കുന്നത് അതിൽ സൂപ്പർ ട്രിക്സ് ഉപയോഗിച്ചിട്ടാണ് അല്ലേ. അപ്പോൾ കുറച്ച് ട്രിക്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നല്ല സ്മാർട്ട് പ്രോഗ്രാമറായിരിക്കുക. അപ്പം ഞാൻ ഷെയർ ചെയ്യുന്ന ഈ ട്രിക്സ് എത്ര എണ്ണം അറിയാമെന്നുള്ളത് നിങ്ങൾ ദയവ് ചെയ്ത കമൻറ്റിൽ ഇടാൻ മറക്കരുത്. സോ ഈ സെഷൻ സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ടു മൈ ഓൾ loving students. So let's get started. So പൈത്തൺ ട്രിക്സ് ഏതെല്ലാമാണ് പ്രോഗ്രാമിങ്ങിൽ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ട്രിക്ക് നമ്പർ 1 പറയാൻ പോകുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ആദ്യം കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങൾക്ക് അതിനേക്കാളും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അങ്ങനെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം പൈത്തണിൽ തന്നെ സോ മെനി ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ആർ ദെയർ. സോ ഇൻപുട്ട് ഈസ് വൺ ഓഫ് ദ ബിൽറ്റ് ഇൻ ഫങ്ഷൻ ഹെൽപ്സ് ടു ഇൻപുട്ട് വാല്യൂസ് ഫ്രം ദ വാല്യൂസ് ടു ദ വേരിയബിൾ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ ഇൻപുട്ട് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് ജസ്റ്റ് അത് പ്രിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, ജസ്റ്റ് അതിൻ്റെ വാല്യൂ വാട്ട് എവർ വാല്യൂ വി അസൈൻ ടു ദ വേരിയബിൾ എ ദാറ്റ് വിൽ ബി പ്രിൻറ്റഡ്. നമുക്കെല്ലാവർക്കും അറിയാം. അപ്പം നമ്മളിവിടെ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് എന്താ നടക്കുന്നത് വെച്ചാൽ ഒരു വേരിയബിളിലോട്ട് അറ്റ് എ ടൈം ഒരു വാല്യൂ ആണ് ഇവിടെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യാണ്. അപ്പം നമുക്ക് എപ്പോഴും റൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, സേവ് ചെയ്യണം. സേവ് ചെയ്തതിന് ശേഷമാണ് നമ്മളെപ്പോഴും റിസൾട്ട് കാണിക്കാറുള്ളത്. അപ്പോൾ ഞാനിവിടെ പൈത്തൺ ട്രിക്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഫയൽ ഞാനിവിടെ സേവ് ചെയ്യാണ്. So in the same file itself I can execute and I can avoid the time delay and all. അപ്പോൾ ഇവിടെ ജസ്റ്റ് നമ്പർ കൊടുത്തു, അത് പ്രിൻ്റ് ചെയ്തു. അപ്പോൾ ഇതേപോലെ നമുക്ക് ഒരു ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് കൂടുതൽ വാല്യൂസ് ആക്സെപ്റ്റ് ചെയ്യണം. എന്ത് ചെയ്യും, എനിക്ക് ഒരേ ഒരു ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കൊടുക്കുന്നുള്ളൂ. I can do it. That is trick number 1. So ഞാൻ A, B, C, D how many values you want, you can put a comma and you can declare the variable names, but you have to use split function. split എന്നുള്ളത് ഇതിൻ്റെ എൻഡിൽ ഇടാൻ മറക്കരുത്. സോ അപ്പോൾ നോക്കൂ, നിങ്ങൾക്ക് ഒരേ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ എത്ര വാല്യൂസ് വേണമെങ്കിലും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. സെപ്പറേറ്റ് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് റിക്വയർഡ് ടു accept a value from the user. Okay, so അപ്പോൾ അത് പ്രിൻ്റ് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ ഓൺലി പ്രിൻ്റ് എ ഇസ് ഗിവൺ ഹിയർ. സോ ഐ ക്യാൻ ഗിവ് പ്രിൻ്റ് ബി ആൻഡ് സി ഡി അക്കോർഡിംഗ്ലി. സോ ഇഫ് യു വോണ്ട് ടു പ്രിൻ്റ് ഇൻ വൺ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഈസ് ഓൾസോ പോസിബിൾ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. പ്രിൻ്റ് എ കോമ ബി കോമ സി കോമ ഡി, all the values will be printed directly also. So I am printing it. I already given the separate statement. So we can see the values already accepted in one input statement. Let's see. ഞാനിവിടെ സ്റ്റേറ്റ്മെൻറ്റ് ആ മെസ്സേജ് ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ഗിവ് മീ നമ്പേഴ്സ്. സോ വി ആർ ആക്സെപ്റ്റിംഗ് മോർ ദാൻ വൺ വാല്യൂ ടു ദ within one statement, right? So we are saying that output. So ഞാനിവിടെ എത്ര വേരിയബിൾസാണ് കൊടുത്തിരിക്കുന്നത്, 4. സോ ഐ എം ഗിവിങ് 4 numbers here. So it can retrieve. So this is ട്രിക്ക് നമ്പർ 1. അപ്പോൾ കുറേ സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കാറുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ പ്രോഗ്രാമിനെ സ്മാർട്ടറാക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ട്രിക്സ് ആണെങ്കിലും അത് നമ്മുടെ പ്രോഗ്രാംസിൽ കൊടുക്കുമ്പോൾ നമുക്ക് ടൈം സേവിങ് ആണ്, വളരെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുതന്നെയാണ് പൈത്തൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. എക്സ്പ്രസീവ് ആണ് എന്നുള്ളതാണ് പൈത്തൻ്റെ ഒരു ഫീച്ചർ, വൺ ഓഫ് ദ ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ട്രിക്ക് നമ്പർ 2 എന്താണെന്ന് വെച്ചാൽ, വി ആർ ഓൾ ഫെമിലിയർ വിത്ത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഓർ എന്നുള്ളതൊക്കെ നമ്മൾ ആയിട്ടുള്ള ലോജിക്കൽ ഓപ്പറേറ്റേഴ്സാണ്. അതെങ്ങനെ കൊടുക്കുക എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിൾ ചെയ്യുകയാണ്. നമ്മൾ എങ്ങനെയാണ് സാധാരണ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് ആൻഡ് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് പൈത്തണിൽ ജസ്റ്റ് സിമ്പിളായിട്ടുള്ള ഒരു ഇതാണ് ഞാൻ ചെയ്യുന്നത്. സോ യു ക്യാൻ അപ്ലൈ ഇൻ ടു യുവർ പ്രോഗ്രാം വെദർ ഇറ്റ് ഈസ് ലാർജ് സെറ്റ് ഓഫ് കണ്ടീഷൻസ് ഓർ നോട്ട്, ദാറ്റ് വിൽ ബി യൂസ്ഫുൾ. അപ്പോൾ ഞാൻ ആദ്യം ഇംഗ്ലീഷ് കൊടുത്തു, മാത്ത് കൊടുത്തു, CS കൊടുത്തു. അങ്ങനെ 3 സബ്ജക്റ്റിൻ്റെ മാർക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഐ വോണ്ട് ടു ചെക്ക്, ജസ്റ്റ് ഐ വോണ്ട് ടു ഗിവ് എ റിമാർക്ക്. ഞാൻ ആസ് എ ടീച്ചേഴ്സ് റിമാർക്ക് കുട്ടിയുടെ മാർക്സ് ചെക്ക് ചെയ്തിട്ട് ഒരു ടീച്ചേഴ്സ് റിമാർക്ക് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ കണ്ടീഷൻസ് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിവിടെ ടൈപ്പ് ചെയ്യുകയാണ്. ഇംഗ്ലീഷ് ഈക്വൽ ടു 90, 100, CS 100 എന്നൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. സോ ഐ ഹാവ് ടു ഗിവ്. ഞാൻ ഓർമ്മയില്ലാണ്ട് നേരത്തെ എൻ്റെ വേരിയബിൾ കൊടുത്തു. ഇംഗ്ലീഷാണ് ഇവിടെ
variable, sorry. Then next variable is math greater than or value കൊടുക്കുക 98 കൊടുത്തു. ദെൻ CS ഗ്രേറ്റർ ദാൻ 98 സെയിം വാല്യൂ ഗിവൺ. അപ്പം ഞാനിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ആൻഡ് ഓപ്പറേറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്ന കോൺകാറ്റിനേറ്റ് ഓൾ കണ്ടീഷൻ വെൻ ഓൾ ദ കണ്ടീഷൻസ് ആർ ട്രൂ ദെൻ ഓൺലി ദ സ്റ്റേറ്റ്മെൻറ്റ് അണ്ടർ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് വിൽ എക്സിക്യൂട്ട് അല്ലേ. ഇതിൽ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് വർക്ക് ചെയ്യുള്ളൂ, ശരിയല്ലേ. അപ്പോൾ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇത് ജസ്റ്റ് ഈ മാർക്സാണ് കുട്ടിക്ക് കിട്ടിയതെങ്കിൽ എക്സലൻ്റ് എന്നാണ് വരേണ്ടത്. അപ്പോൾ എന്താണ് ഔട്ട്പുട്ട് എന്ന് നോക്കാം. നോ ഔട്ട്പുട്ട്. വാട്ട് ഈസ് ദ റീസൺ? ക്യാൻ യു ഗെസ്? യെസ്, ഇവിടെ 90 എന്നായിരുന്നു കൊടുത്തത്, ഗ്രേറ്റർ ദാൻ 90 ഒരു കണ്ടീഷൻ വയലേറ്റ് ചെയ്തപ്പോൾ നോ ആൻസർ. ഇപ്പോൾ അത് ഞാൻ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തപ്പോൾ ദറ്റ് ഈസ് ഓക്കെ. അപ്പോൾ ഒരു കണ്ടീഷൻ വയലേറ്റ് ചെയ്താൽ പോലും ദറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻസൈഡ് ഈഫ് കണ്ടീഷൻ വിൽ നോട്ട് എക്സിക്യൂട്ട്. ഓക്കെ, അപ്പോൾ ഇതിന് എന്താണ് ഇപ്പോൾ ഞാൻ ട്രിക്ക് പറയാൻ പോകുന്നത്? ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്നതല്ലേ എന്നാവും നിങ്ങൾ വിചാരിക്കുന്നത്. യെസ്, ഇനിയാണ് പറയാൻ പോകുന്നത്. ഇഫ് യു വോണ്ട് ടു ഇൻക്ലൂഡ് എ സെറ്റ് ഓഫ് കണ്ടീഷൻസ്, ഇതിപ്പോൾ 2-3 എണ്ണേ കൊടുത്തിട്ടുള്ളൂ. If you want to include set of conditions, you can declare it as a list. Okay, then use a keyword along with if, then it will be very easy to use. അപ്പോൾ ഞാനിത് ജസ്റ്റ് നമ്മുടെ ആ മാർക്സ് കൊടുത്തത് ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റിന് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുക. അതിൽ ആൻഡൊക്കെ മാറ്റിയിട്ട് ഞാൻ ലിസ്റ്റ് ആകുമ്പോൾ നമുക്കറിയാമല്ലോ അത് കോമേറ്റിട്ടാണ് കൊടുക്കുക. ആൻഡ് യൂസ് ചെയ്യില്ല, ആൻഡ് ലോജിക്കൽ ഓപ്പറേറ്ററാണ്. അപ്പോൾ ഞാൻ അവിടെ കോമേറ്റ് കൊടുത്തു. അവിടെ ഏത് കീവേഡാണ് കൊടുക്കേണ്ടത്? ഈഫ് ഓൾ ബ്രാക്കറ്റിൽ യെസ്, ആ ലിസ്റ്റ് അങ്ങോട്ട് പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇഫ് ഇറ്റ് ഈസ് ട്രൂ the corresponding statement will be executed. Is it so easy? Yeah, I think it's so. Then ഇനി നമുക്ക് ഇതേ സംഭവം അടുത്ത ആളാരാണ്? ഓർ ഓപ്പറേറ്ററാണ് അല്ലേ. ട്രിക്ക് നമ്പർ 2 അടുത്ത ഭാഗം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കൂടുതൽ കണ്ടീഷൻസ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്യാണ് 98 ഒരു മാർക്സ് ആഡ് ചെയ്യുക. അതിൽ ഏതെങ്കിലും സബ്ജക്റ്റ്, ഇപ്പോൾ ഞാൻ സബ്ജക്റ്റ് കൂടുതൽ കൊടുക്കുകയാണ്, കെമിസ്ട്രി കൊടുത്തു. എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ലിസ്റ്റിനകത്ത് വിച്ച് ആർ ഓൾ ദ വാല്യൂസ് ഓർ വേരിയബിൾസ് വി ആർ ആഡിങ് അത് അവിടെ കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. സോ ഇറ്റ്സ് വെരി ഈസി ടു execute whenever we are dealing large set of conditions along with conditional statement. So the same thing we can do along with or operator also. or എന്നുള്ളതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? or എന്ന് പറഞ്ഞാൽ എനി ഓഫ് ദ കണ്ടീഷൻ, ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ദ സ്റ്റേറ്റ്മെൻറ്റ് അണ്ടർ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് വിൽ ബി എക്സിക്യൂട്ടഡ്, റൈറ്റ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് മാത്രം, ഓറിൻ്റെ അർത്ഥം തന്നെ അങ്ങനെയാണല്ലോ. അപ്പോൾ ഞാനത് സെയിം ജസ്റ്റ് ആ കണ്ടീഷൻ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. സെയിം സെറ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്, സെയിം വേരിയബിൾസ് ഐ ആം യൂസിങ്. അപ്പോൾ നമ്മുടെ വീഡിയോ ലെങ്തി ആവാതെയും നിങ്ങൾക്ക് ബോറടിക്കാതെയും എനിക്ക് ചെയ്യാമല്ലോ. അപ്പോൾ ഞാനിവിടെ ഓർ എന്നുള്ള കൊടുക്കുകയാണ്. ഓർ കോമ മാറ്റിയിട്ട് ഞാൻ അതിൻ്റെ പ്ലേസിലെല്ലാം ഓർ എന്നുള്ള ഓപ്പറേറ്ററാണ് ഇവിടെ പ്ലേസ് ചെയ്യേണ്ടത്. സോ എന്നിട്ട് അതിൻ്റെ ഇടയിൽ എന്താണ് എനിക്ക് കണ്ടീഷൻ വേണ്ടത് വെച്ചെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് ഏത് പിന്നെ സ്റ്റേറ്റ്മെൻറ്റാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് വെച്ചെങ്കിൽ ഐ ക്യാൻ എൻക്ലൂസ് അലോങ് വിത്ത് ദാറ്റ്. അപ്പോൾ ഞാൻ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. ഒരു റിമാർക്കാണ് ഗുഡ് എന്നുള്ളത് കൊടുക്കുകയാണ്. ഇതിലേതെങ്കിലും ഒന്നിലെങ്കിലും 98 കൂടുതൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 90നേക്കാളും കൂടുതൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിലും ടീച്ചേഴ്സ് റിമാർക്ക് വിൽ ബി ഗുഡ്. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് നമുക്ക് റൺ ചെയ്ത് നോക്കാം. നമുക്കറിയാം, എക്സിക്യൂട്ട് ചെയ്യാതെ തന്നെ അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് മുകളിൽ ജസ്റ്റ് അതിൻ്റെ മാർക്സ് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ട്. കാരണം മറ്റേത് എല്ലാ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ദർ ഈസ് നോ ഡിഫറൻസ് അറ്റ് ഓൾ. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന ട്രിക്ക് ഇവിടെ എന്തായിരിക്കും? ചിലപ്പോൾ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇതിന് പകരം ഇതേപോലെ ആ ലിസ്റ്റ് തന്നെ എനിക്ക് യൂസ് ചെയ്യാം. ലിസ്റ്റ് ഉപയോഗിക്കുക, അതിനകത്ത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന എല്ലാതും മുകളിലത്തെ ലിസ്റ്റ് തന്നെ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യാം കേട്ടോ. മുകളിൽ = പറഞ്ഞ് കമൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? സെയിം ലിസ്റ്റ് ഐ ക്യാൻ കോപ്പി ആൻഡ് പേസ്റ്റ് യുവർ, അത് അല്ലെങ്കിൽ അത് കമൻറ്റ് മാറ്റിയാലും മതി. എനിവേ ഞാൻ കോപ്പി ചെയ്തു, ഇനി ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, കമൻറ്റ് മാറ്റുകയാണ് ഇവിടെ. ഓക്കെ, സോ ഇതിൽ ഞാൻ ഇങ്ങനെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്കെന്താ ആവശ്യമില്ല? ഓർ ഓപ്പറേറ്റർ ആണെങ്കിൽ, ആൻഡ് ആണെങ്കിൽ നമ്മൾ ഏതാ ഉപയോഗിച്ചാൽ? ഓളാണ് ഉപയോഗിച്ചത് അല്ലേ. ഇവിടെ ഓർ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട കീവേഡ് എന്ന് പറയുന്നത് എനി എന്നുള്ളതാണ്. ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. എനി ഓഫ് എസ്, ദെൻ ദ സ്റ്റേറ്റ്മെൻറ്റ് വിൽ ബി എക്സിക്യൂട്ടഡ്. ഓക്കെ, സോ നമുക്ക് അറിയാം വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട്? good. So the statement given under if statement is to print good. So next trick is dealing with functions.
Okay, we know that how to deal with functions and all. This is very simple program to display the sum of two number. Okay, it is a user defined function to display the sum of two numbers. അത് നമ്മൾ സാധാരണ പോലെ ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യാറ്. 5 is the answer. നോർമലി നമ്മളെല്ലാവർക്കും ചെയ്യാനറിയാം. പക്ഷേ നമുക്കറിയാം whenever we are defining a function അതിൽ എത്ര പാരാമീറ്റേഴ്സ് ഉണ്ടോ അതിനനുസരിച്ചാണ് നമ്മൾക്ക് വാല്യൂസ് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ എത്ര വാല്യൂസ് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. ഒരു പാരാമീറ്റർ പാസ് ചെയ്താൽ മതി, അതിൻ്റെ മുന്നേ ഒരു ആസ്ട്രിക് സിമ്പൽ നിങ്ങൾക്ക് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇപ്പോൾ നമ്മൾ 2ഉം 3ഉം മാത്രമാണ് കൊടുത്തത്. അങ്ങനെ സെറ്റ് ഓഫ് നമ്പേഴ്സ് ഇഫ് യു ആഡ് ടുഗെദർ ആൻഡ് സമ്മ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ, ആക്സെപ്റ്റ് ചെയ്തിട്ട് സമ്മ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ പോസിബിൾ. അപ്പോൾ ഓൺലി വൺ തിങ് വി നീഡ് ടു ഡു, വി നീഡ് ടു പുട്ട് ആസ്ട്രിക് സിമ്പിൾ. അപ്പോൾ നമ്മൾക്ക് ഒന്നിൽ കൂടുതൽ നമ്പേഴ്സ് അതിൽ സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ വാട്ട് വി ഹാവ് ടു ഡു, വി ഹാവ് ടു യൂസ് എ ലൂപ്പ്, റൈറ്റ്? അപ്പോൾ ഞാൻ ഫോർ ഐ ഇൻ എ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. എന്നിട്ട് ഞാൻ റിസൾട്ട് അതിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. റിസൾട്ട് പ്ലസ് ഐ എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് നമുക്ക് അത് വാല്യൂസ് എത്ര വേണമെങ്കിലും, എത്ര നമ്പേഴ്സ് 2 3ക്ക് പകരം 2 3 കൊടുക്കാം, 2 3 5 കൊടുക്കാം, 2 3 5 7 8 10 വാട്ട് എവർ ബി ദ വി ക്യാൻ ഡു ലൈക്ക് ദാറ്റ്. സോ ഇപ്പം ഞാൻ കുറച്ച് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഓപ്സ്, അതിൻ്റെ ഇൻഡൻറ്റേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിരുന്നു, 4ൻ്റെ താഴെയുണ്ട് വേണം. സോ ഓക്കെ, ദാറ്റ്സ് റൈറ്റ് ആൻസർ. ഞാനിവിടെ 2 3 മാത്രമേ കൊടുത്തുള്ളൂ. ജസ്റ്റ് ഇൻഡൻറ്റേഷൻ ഇതായപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി നോക്കിയതാണ്. അപ്പോൾ വി ക്യാൻ ഇൻപുട്ട് മോർ നമ്പേഴ്സ് ഹിയർ ലൈക്ക് ദിസ്. എനി നമ്പേഴ്സ് പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആൻസർ കിട്ടും. ഓക്കെ, റൈറ്റ് ആൻസർ. സോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇനിയും കൂട്ടണം. സോ ഓൺലി വൺ പാരാമീറ്റർ വി ആർ പാസിങ് ആസ്ട്രിക് സിമ്പിൾ കൊടുത്തിട്ട് വി ക്യാൻ ആക്സെപ്റ്റ് എനി നമ്പർ ഓഫ് വാല്യൂസ്, വി ക്യാൻ perform the operations whatever it is defined under this one. Okay, so the right answer 134 എന്ന് ഡിസ്പ്ലേ ചെയ്തു. This is the trick. നെക്സ്റ്റ് ട്രിക്ക് എന്താ നോക്കാം. അത് നിങ്ങൾക്ക് ഇതിൽ എത്ര എണ്ണം നിങ്ങൾക്ക് അറിയാമെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ദിസ് സ്പെഷ്യലി ഫോർ സ്റ്റുഡൻസ്. നമുക്കറിയാം ജസ്റ്റ് ഒരു നെയിം എന്ന് പറഞ്ഞാൽ സ്ട്രിങ് മോഡിൽ ഡബിൾ കോട്ട്സിലും സിംഗിൾ കോട്ട്സിലും നമുക്ക് കൊടുക്കാം. അത് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് പ്രിൻറ്റ് ചെയ്യും. പക്ഷേ നമ്മൾ പ്രോഗ്രാം ചെയ്യാറുണ്ട് റിവേഴ്സ് സ്ട്രിങ് റിവേഴ്സ് ചെയ്യാൻ. അതിന് നമ്മൾ സാധാരണ എന്താ പറയുക, സ്ട്രിങ് സ്ലൈസിങ് ആണ് ഉപയോഗിക്കാറ്. ഡബിൾ കോളൻ ഇട്ടിട്ട് -1 കൊടുത്തു കഴിഞ്ഞാൽ സ്ട്രിങ് സ്ലൈസിങ്. അപ്പോൾ നമ്മൾ ഏത് സ്ട്രിങ് ആണോ കൊടുക്കുന്നത് അതിൻ്റെ എൻഡിൽ ആ ഒരു ഇത് മാത്രം എക്സ്പ്രഷൻ മാത്രം കൊടുത്താൽ ഇറ്റ്സ് വെരി ഈസി ടു റിവേഴ്സ് എ സ്ട്രിങ്. ദിസ് ഈസ് അനദർ ട്രിക്ക് യു ക്യാൻ മേക്ക് യൂസ് ഓഫ്. ഓക്കെ, so only we have to make use of that string slicing syntax to reverse a string. Next one is swapping. നമുക്ക് എല്ലാവർക്കും അറിയാം. whenever we are comparing to other language we are using 3 statements for swapping 2 values അല്ലെങ്കിൽ 2 വേരിയബിൾസിൻ്റെ വാല്യൂസ് സ്വാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക? സാധാരണ ടെമ്പ് എന്നുള്ള ഒരു വേരിയബിൾ എടുക്കും. എന്നിട്ട് ടെമ്പ് ഈക്വൽ ടു എ, ദെൻ എ ഈക്വൽ ടു ബി, ദെൻ ബി ഈക്വൽ ടു temp. This is the way we are normally swapping in all other languages. So just ഇപ്പം ഞാൻ print a b എന്നുള്ള കൊടുത്തു കഴിഞ്ഞാൽ I can see that is swapped. 21 12 എന്നുള്ളത് ആൻസർ കാണാം. നോക്കാം, let's try. So the answer is 21 2. Right answer. ഇനിയിപ്പോൾ ഇതിലെന്താ ട്രിക്ക്? ഇതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഈ ടെമ്പ് ഈക്വൽ ടു എ, ദീസ് 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ക്യാൻ റീപ്ലേസ് ഓൺലി 1 സ്റ്റേറ്റ്മെൻറ്റ്. വാട്ട് ഈസ് ദാറ്റ്? എന്ത് ചെയ്താൽ മതി? ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് മതി. ദറ്റ്സ് വൈ പൈത്തൺ ഈസ് സോ എക്സ്പ്രസീവ് എന്ന് പറയുന്ന വൺ ഓഫ് ദ ഫീച്ചർ, എക്സ്പ്രസീവ്. ഇൻ 1 sentence itself we can perform the action a, b equal to b, a. Okay, this is one of the trick. The trick alla, the familiar to all of you. Okay, the next one എന്താ നോക്കാം. palindrome to find out whether the given string is palindrome or not. We used to do such programs. So whenever we are doing that program നമ്മൾ എന്ത് ചെയ്യും? ഫോർ ലൂപ്പ് വെച്ച് ചെക്ക് ചെയ്ത് രണ്ട് എൻഡിലുള്ള ക്യാരക്ടേഴ്സ് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്ത് ലെന്നൊക്കെ വെച്ചിട്ട് ചെയ്യാറുണ്ട്. സോ ഈസി വേ
ഏറ്റവും ഇൻ വൺ ലൈൻ സ്വാപ്പിംഗ് പറഞ്ഞ പോലെ തന്നെ വൺ ലൈനിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ കുറച്ച് വേർഡ്സ് ഞാനിങ്ങനെ പാലിൻഡ്രോം എന്ന് പറഞ്ഞാൽ തിരിച്ച് എഴുതി കഴിഞ്ഞാൽ അതേ ഇത് വരുന്ന വേർഡ് വായിക്കാൻ പറ്റുന്ന. ഇപ്പോൾ ഞാൻ വേരിയബിൾ എടുക്കുകയാണ്, ഈസ് പാലിൻഡ്രോം എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ എടുത്തു. എന്നിട്ട് ഒന്നുമില്ല, ഇതൊക്കെ സ്മാർട്ട് ട്രിക്സ് ആണ് കേട്ടോ, വലിയ വലിയ സംഭവങ്ങളൊന്നുമല്ല. എങ്കിലും ഇത് അറിഞ്ഞിരുന്നാൽ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇങ്ങനത്തെ ട്രിക്സ് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പ്രോഗ്രാംസ് ചെയ്യാനും പറ്റും. അപ്പോൾ നെയിം ഡോട്ട് ഫൈൻഡ്, നെയിം എന്നുള്ളതിലാണ് ഞാൻ സ്ട്രിങ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഫൈൻഡ് എന്താ കൊടുക്കുന്നത്, നെയിം നമ്മൾ നേരത്തെ റിവേഴ്സ് ചെയ്യാൻ സ്ട്രിങ് ഉപയോഗിച്ചില്ലേ, അതെന്തായിരുന്നു $:1 അല്ലേ, സ്ട്രിങ് സ്ലൈസിങ് ടു റിവേഴ്സ് എ നമ്പർ. അപ്പോൾ നമ്മൾ എന്താ വെച്ചിരിക്കുന്നത്, നെയിം ഡോട്ട് ഫൈൻഡ് റിവേഴ്സ് ആക്കിയ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ റിവേഴ്സ് കിട്ടും. അത് രണ്ടും ഈക്വൽ 0 ആണെങ്കിൽ പാലിൻഡ്രോം എന്ന് പ്രിൻറ്റ് ചെയ്യാം. ദാറ്റ്സ് ഓൾ. ഇൻ വൺ സ്റ്റേറ്റ്മെൻറ്റ് വി ക്യാൻ ചെക്ക് വെദർ ദ ഗിവൺ സ്ട്രിങ് ഈസ് വിച്ച് വൺ പാലിൻഡ്രോം ഓർ നോട്ട്. അപ്പോൾ അത് നമുക്കിങ്ങനെ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ എന്താ ഓട്ടോമാറ്റിക്കലി വരിക, ബൂളിയൻ വാല്യൂസ്. വെദർ ഇറ്റ് സാറ്റിസ്ഫൈയിങ് ഇറ്റ് വിൽ ഡിസ്പ്ലേ ട്രൂ, അതർവൈസ് ഇറ്റ് വിൽ ബി ഫാൾസ്. ഓക്കെ, അതർവൈസ് ഇറ്റ് വിൽ ബി ഫാൾസ്. ഉപ്സ്, ഞാനതിൽ കോഡ്സ് കൊടുത്തു. അപ്പോൾ ഇവിടെ കോഡ്സ് മാറ്റാൻ പോവാണ്. ദെൻ ഓൺലി ദ വാല്യൂ വിൽ ബി പ്രിൻറ്റഡ്. സോ ലെറ്റ്സ് സീ ദ ഔട്ട്പുട്ട്. ട്രൂ, ഇതാണ് ആൻസർ വരുന്നത്. അപ്പോൾ എന്താണ്, ഇറ്റ്സ് വെരി ഈസി ടു ചെക്ക് വെദർ ദ ഗിവൺ സ്ട്രിങ് ഈസ് പാലിൻഡ്രോം ഓർ നോട്ട്. Okay, so you can check it out randomly, different words, whether it is palindrome or not. You can check it, different words. If it is not palindrome, it will be displaying false, otherwise it will be always the answer will be true. So some of the palindrome words I am checking here. You can see the results also. So what will be that? True. Again I am going to give some of not a word, not palindrome. I am writing this one. Then what will be the result? Definitely the answer should be what? False. Okay, ഇനി ലാസ്റ്റ് ഒരു ട്രിക്കും കൂടി പറഞ്ഞിട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. ഇത് എത്ര പേർക്ക് ലൈക്ക് ചെയ്തു, നിങ്ങൾ കുറേ ലൈക്സ് തരിക ഈ ചെറിയ ട്രിക്സിന് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ. അപ്പോൾ ഞാൻ ഇതുപോലെ ഇനിയും കുറേ സൂപ്പർ ട്രിക്സുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ലിസ്റ്റിനെ ഫിൽറ്റർ ചെയ്തിട്ട് അതിൽ വേണ്ട എലമെൻറ്റ്സ് മാത്രം എടുത്ത് പ്രിൻ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്സാണ്. അപ്പോൾ 1 to 10 വരെയുള്ള ഒരു നമ്പേഴ്സിൽ അതിൽ ഈവൻ നമ്പേഴ്സ് മാത്രം ലിസ്റ്റിലോട്ട് സ്റ്റോർ ചെയ്തിട്ട് അത് പ്രിൻ്റ് ചെയ്യാനാണ്, അതിൻ്റെ സ്ക്വയർ പ്രിൻ്റ് ചെയ്യാനാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത്. ഈവൻ നമ്പറല്ല, സോറി, ഈവൻ നമ്പർ തന്നെ, ഈവൻ നമ്പറിൻ്റെ സ്ക്വയർ കേട്ടോ. ഈവൻ നമ്പറിൻ്റെ ലിസ്റ്റിൽ തന്നിരിക്കുന്ന ഈവൻ നമ്പറിൻ്റെ സ്ക്വയേഴ്സ് മാത്രം പ്രിൻറ്റ് ചെയ്യാനുള്ള സിമ്പിൾ പ്രോഗ്രാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു എംപ്റ്റി ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു, ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തു, വെദർ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 2, എന്നിട്ട് അപ്പൻഡ് ചെയ്തു, പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നോക്കാം. ആൻസർ 0, 4, 16 അല്ലേ, റൈറ്റ് ആൻസർ. അപ്പോൾ ഇതെന്താണ്, 2-3 സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ യൂസ് ചെയ്തത്. ഇതിന് പകരം ഹൗ ക്യാൻ വി ഡു വൺ സെൻറ്റൻസ്, വൺ സ്റ്റേറ്റ്മെൻറ്റ്, അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇതിന് പറയുന്ന പേരാണ് ലിസ്റ്റ് കോംപ്രിഹെൻഷൻ. ലിസ്റ്റ് കോംപ്രിഹെൻഷൻ. ഫ്രം ദ ഗിവൺ ലിസ്റ്റ് വി ക്യാൻ ഫിൽറ്റർ ഔട്ട് വിച്ച് എവർ ദ എലമെൻറ്റ്സ് വി നീഡ് ടു ഡിസ്പ്ലേ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് മാറ്റിയിട്ട് ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് എഴുതാൻ പറ്റും, ഒരേ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതാൻ പറ്റും. SQ ഈക്വൽ ടു what is the result I need to see, I square of that one. So in range of 10 provided the value is divisible by 2, that is even numbers ആണെങ്കിൽ മാത്രം അതിൻ്റെ സ്ക്വയർ പ്രിൻ്റ് ചെയ്യുക. ഓക്കെ.